വിജയിക്കില്ല. സംശയിക്കുന്ന മനുഷ്യൻ ഒരു കാലത്തും വിജയിക്കില്ല. ചില ആളുകൾക്ക് സംശയമാണ്, ഭാര്യ സംശയം, ആ ദാമ്പത്യം മുമ്പോട്ട് പോകില്ല. ചില ആളുകൾക്ക് മറ്റുള്ള ആളുകളെ തൻ്റെ ജ്യേഷ്ഠന സംശയം, അല്ലെങ്കിൽ അനുജന സംശയം, ബാപ്പായ സംശയം, ഇങ്ങനെ ഏത് സംശയമുണ്ടോ ആ കുടുംബ ജീവിതം ഒരിക്കലും മുമ്പോട്ട് പോവുകയില്ല. ഏത് വിഷയങ്ങൾ തന്നെയാണ്, സംശയം ഉണ്ടോ മനുഷ്യന്, അവൻ ഒരിക്കലും വിജയിക്കുകയില്ല. തീർന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ കുറിച്ച് ബോധമുള്ള അല്ലാത്തവനാണോ, അവന്റെ മുഴുവൻ സമയവും നഷ്ടത്തിലാണ് എന്ന് സ്വാത്വികർ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തീർന്നു പോകുന്ന ദിവസങ്ങളെക്കുറിച്ച്, സമയങ്ങളെക്കുറിച്ച്, മണിക്കൂറുകളെക്കുറിച്ച്, വർഷങ്ങളെക്കുറിച്ച് നമുക്ക് ബോധം വേണം. ബഹുമാനപ്പെട്ട തങ്ങളെ സമീപത്ത് വന്നൊരാൾ പറയുന്ന വൗസുല്ലാദം തങ്ങളെ, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാനൊരു വിജനമായ സ്ഥലത്തുകൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിന്നിൽ ഇളിച്ചു കാട്ടുന്ന പല്ലോടുകൂടെ എന്നെ തിന്നാനുള്ള, ആക്രമിക്കാനുള്ള ആർത്തിയോടുകൂടെ ഒരു ചെന്നായ എൻ്റെ പിന്നാലെ ഓടി വരികയാണ്. ഞാൻ ജീവന് വേണ്ടി ഓടി 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 ആ നായന്റെ പിന്നാലെ തന്നെ ഉണ്ട്. അതെന്നെ വിടുമോ, അതെന്നെ പിടികൂടുമോ എന്ന വ്യാധിയിലായി ഞാൻ രക്ഷപ്പെടാൻ എന്താണ് മാർഗം? സുബ്ഹാനല്ലാഹ്. കുറെ ഓടിയപ്പോ ഒരു പൊട്ടക്കിണറുണ്ട്, ഞാൻ അതിലേക്ക് വീണുപോയി. പൊട്ടക്കിണറ്റിലേക്ക് വീണുപോയപ്പോ ഞാൻ അതിൻ്റെ അടിഭാഗത്തേക്ക് എത്തിയില്ല. അതിൻ്റെ മുമ്പേ എനിക്കൊരു കയറ് കിട്ടി, എനിക്കൊരു വള്ളി കിട്ടി. ഞാൻ ആ വള്ളിയിൽ ഇങ്ങനെ പിടിച്ചിരുന്നു. അൽഹംദുലില്ലാഹ്, ഞാൻ താഴെ എത്തിയിട്ടില്ലല്ലോ. മുകളിലുള്ള ചെന്നായിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇയാൾ സന്തോഷത്തോടുകൂടെ ഇരിക്കുമ്പം താഴേക്കൊന്ന് നോക്കിയപ്പോ അവിടെയുണ്ട് പാമ്പുണ്ട്, തേളുണ്ട്, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ. സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ല, തള്ളലാണതുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. താഴേക്ക് നോക്കുമ്പോ നല്ല ഉഗ്ര വിഷമുള്ള മൂർഖം പാമ്പുകൾ വിഹരിക്കുന്നുണ്ട്, തേളുകളുണ്ട്. അൽഹംദുലില്ലാഹ്, താഴെ എത്തിയിരുന്നെങ്കിൽ അന്റെ കഥ കഴിഞ്ഞേനെ. ഇയാൾ മുകളിലേക്ക് നോക്കുമ്പോ നായ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അയാൾക്ക് സന്തോഷം. പക്ഷേ അതിനിടയിലാണ് അയാൾ ഒരു കാഴ്ച കണ്ടത്. ഒരു കറുത്ത എലി വരികയാണ്. അയാൾ പിടിച്ച വള്ളി അത് കറണ്ട് മുറിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറെ സമയം ആ കറുത്തേലി ഇങ്ങനെ കറണ്ട് മുറിച്ചു. കുറെ സമയം കഴിഞ്ഞപ്പോ ആ എലി അങ്ങ് മാറി വന്നു. പിന്നെ മറ്റൊരു എലി വന്നു. ആ എലിയും ഇങ്ങനെ കറണ്ട് മുറിക്കുകയാണ്. അങ്ങനെ ആ എലി കറണ്ട് കുറെ മുറിച്ചപ്പോൾ അത് മാറി നിന്നു. കറുത്ത എലി വീണ്ടും വന്നു. വീണ്ടും വെളുത്ത എലി വന്നു. പിന്നെയും കറുത്ത എലി വന്നു. ഇങ്ങനെ കറുത്തതും വെളുത്തതുമായ രണ്ടെലികൾ തമ്മിൽ മാറി മാറി ഞാൻ പിടിച്ച വള്ളി ഇങ്ങനെ കറണ്ട് മുറിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എൻ്റെ മനസ്സിൽ പേടി വന്നു. കാരണം ഇത് പൊട്ടും, വള്ളി പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാലോ നേരെ വീഴും. എവിടത്തേക്കാ വീഴുന്നത്? തേടുള്ള പാമ്പുള്ള സ്ഥലത്തേക്ക് വീഴും. അങ്ങനെ വീണ് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താ? സുബ്ഹാനല്ലാഹ്.
ഗൗസുല്ലാദൻ തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? ഗൗസുല്ലാദൻ തങ്ങൾ പറഞ്ഞു, നീ ഓടുന്നല്ലോ, നിന്റെ പിന്നാലെ വിളിച്ച പല്ലോടെ വരുന്നത് ആരാന്നറിയുമോ? അത് നിന്റെ മരണമാണ്. നീ കിണറ്റിലേക്ക് വീണപ്പോ നിനക്ക് പിടുത്തം കിട്ടിയല്ലോ, ആ വള്ളി ഏതാന്നറിയുമോ? അത് നിന്റെ ദുനിയാവാണ്. കറുത്തതും വെളുത്തതുമായ രണ്ടരികൾ നിന്റെ വള്ളി മുറിക്കുന്നല്ലോ. ആ കറുത്തേരി രാത്രിയാണ്, വെള്ളേരിയോ പകലുമാണ്. ഇങ്ങനെ കുറെ കറുത്തേരി തിന്നുകയാണ്, പിന്നെയോ വെളുത്തേരിയും തിന്നുകയാണ്. എന്നാൽ നിന്റെ രാവും പകലും നിന്റെ ആയുസ്സിങ്ങനെ തിന്നു തീർത്താൽ നീ പോയി കിടക്കാനുള്ള വീട് നീ നോക്കിയില്ലേ? പാമ്പുള്ള വീടാണ്, തേളുള്ള വീടാണ്. ഗൗസുല്ലാദൻ തങ്ങൾ പറഞ്ഞു കൊടുത്തു, സുഹൃത്തെ, അതുകൊണ്ട് ജീവിതം നന്നാക്കിക്കോ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു വെളുത്തേരി നമ്മളിൽ നിന്ന് തീർന്നു പോയില്ലേ? നമ്മുടെ ആയുസ് തിന്നു തീർത്തില്ലേ? 12 മണിക്കൂർ ഇല്ലയോ? ഇപ്പൊ കറുത്തേരി വന്ന് തിന്നു തുടങ്ങിയിട്ടുണ്ട്, മണിക്കൂറുകൾ കഴിഞ്ഞു. ഇനി അതാ രാവിലെ ആവുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, സുബഹിന്റെ സമയമാകുമ്പോ കറുത്തേരി നമ്മുടെ വള്ളിയും തിന്നു മാറി നിൽക്കുമ്പോ ഒരു പക്ഷേ വെളുത്തേരി വന്നേക്കാം. എത്ര ദിവസമാണെന്നറിയില്ല, എത്ര മാസമാണെന്നറിയില്ല, എത്ര വർഷമാണെന്നറിയില്ല. നമ്മുടെ റൂം തന്നെയും നമ്മോട് പറയുന്നുണ്ട്, മോനെ ശ്രദ്ധിച്ചോ. ഒരുപാട് നമ്മുടെ കട്ടിലുകൾ നമ്മോട് കഥ പറഞ്ഞു തരുന്നുണ്ട്, മോനെ, ഇന്ന് നീ നല്ല കട്ടിലാണെങ്കിൽ നാളെ നീ പോകേണ്ട കട്ടിൽ ഇതല്ല, അത് AC ഉള്ള കട്ടിലല്ല, അത് AC ഉള്ള റൂമല്ല, നീ കിടക്കുന്ന റൂം AC ഉള്ള റൂമല്ല, നീ പോവേണ്ട കട്ടിലും മയ്യത്ത് കട്ടിലാണ്. നമ്മുടെ ചുമരിൽ തൂക്കിയ ക്ലോക്ക് നമ്മോട് പറയുന്നു, മോനെ സമയം കഴിയുന്നുണ്ട്. സെക്കൻഡ് സൂചി ഇങ്ങനെ ഒന്ന് വെട്ടുകയാണ്. നമ്മളൊന്ന് നോക്കുമ്പോഴേക്കൊന്ന് വെട്ടി. എന്താണത് വെട്ടിയത്? നമ്മുടെ ജീവിതത്തിൽ നിന്നൊരു സെക്കൻഡ് വെട്ടി. അതൊന്ന് റൗണ്ട് അടിച്ചാൽ മിനിറ്റ് സൂചി ഒന്ന് വർക്ക് ചെയ്തു, അഥവാ അതും ഒന്ന് വെട്ടി. അഥവാ നമ്മുടെ ജീവിതത്തിൽ 1 മിനിറ്റ് വെട്ടി കുറച്ചു. ഇനി അതൊന്ന് റൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ മണിക്കൂർ സൂചി ഒന്ന് വെട്ടി. എന്തേ വെട്ടിയത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരാത്തൊരു മണിക്കൂർ വെട്ടിക്കുറച്ചുപോയി. അതൊന്ന് മൊത്തമൊന്ന് റൗണ്ട് അടിച്ചു വന്നാൽ 12 മണിക്കൂർ വെട്ടിക്കുറച്ചുപോയി. വീണ്ടും ഒന്ന് റൗണ്ട് അടിച്ചാൽ ഒരു ദിവസം കഴിഞ്ഞുപോയി. ആ കഴിഞ്ഞുപോയ ദിവസം ഇനി തിരിച്ചു വരലില്ല. ഏത് വലിയ രാജാവാവട്ടെ, മന്ത്രിയാവട്ടെ, പ്രമാണിയാവട്ടെ, മുതലാളിയാവട്ടെ, കോടികൾ കൊടുത്തുകൊണ്ടൊരു സെക്കൻഡ് സമയമെങ്കിലും തിരിച്ചെടുക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ സമയം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ബോധമുള്ളവർ ഏറ്റവും ചുരുങ്ങിയ ഒരു 5 വഖത്ത് ജമാഅത്തായിട്ടെങ്കിലും നിസ്കരിക്കാനുള്ള ഒരു മനസ്സ് നമ്മളൊക്കെ കാണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിന്റെ വയസ്സ് 60-ന്റെയും 70-ന്റെയും ഇടയിൽ ആണ് എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി. പണ്ട് കാലത്തൊക്കെ 1000-ങ്ങളും 4000, 10,000 വർഷം, 5000 വർഷങ്ങൾ ജീവിച്ചിരുന്ന ആളുകളുണ്ട്. സന്നൂറുൽ ഖാസി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മഹാന്മാർ എത്രയോ വർഷങ്ങൾ, 1000-കണക്കിന് വർഷങ്ങൾ ജീവിച്ചിരുന്ന ആളുകളാണ്. പക്ഷെ നമുക്കതൊന്നുമില്ല. നമുക്ക് സാധാരണ ഒരു ആവറേജ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മുത്തുനബിയും വഫാത്തായത് 63-ലാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെയും വിട പറഞ്ഞു പോയത് 63-ാമത്തെ വയസ്സിലാണ്. സിയം വലിയുല്ലാഹി തങ്ങളൊക്കെയും
വഫാത്തായി പോയത് 63-ാമത്തെ വയസ്സിൽ. അങ്ങനെ ഒരുപാട് മഹാന്മാർ വഫാത്തായത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ 10-33 വർഷത്തോളം ജീവിച്ച എനിക്ക് ഇനി എത്ര കാലം അല്ലാഹു ആയുസ്സ് തന്നാൽ തന്നെയും ജീവിക്കാനുണ്ട്? ഇത് ചിന്തിക്കേണ്ടവനാണ് ഞാൻ. നിങ്ങളും അതുപോലെയൊക്കെ ചിന്തിക്കേണ്ടവരാണ്. നമ്മുടെയൊക്കെ ശരീരത്തിൽ താടിയിലൊക്കെ നരവ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പലരുടെയും നരച്ച് കൊളുത്തു പോയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് സൂചന തരിക. ചില ആളുകളിൽ നരച്ച മുടിയൊക്കെ കർപ്പിക്കുന്നത് കാണാം. അത് ഹറാമാണ്, ചെയ്യരുത്. പക്ഷേ കുളി തന്നെയും ശരിയാവാത്ത അവസ്ഥ വരും. ഒതുവും ശരിയായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ പ്രശ്നം വരും. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. അവൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈ മുടി നമ്മോട് പറയുന്നത്, മോനെ എൻ്റെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, വണ്ടി ഓട്ടുന്നവർക്കൊക്കെ അറിയാം, ആ സൂചി, വണ്ടിയിലെ പെട്രോൾ അടിക്കുന്ന സൂചി, അത് താഴേക്ക് വന്ന് MT എന്ന് പറയുന്ന ഒരു ചുവപ്പ് ചിഹ്നത്തിൽ പോയി നിൽക്കുമ്പോൾ ബുദ്ധിയുള്ളവൻ മനസ്സിലാക്കേണ്ടത് അടുത്ത പെട്രോൾ പമ്പിൽ കയറ്റിയിട്ട് എണ്ണ അടിച്ചിട്ടില്ലെങ്കിൽ ആ വണ്ടി ഇനി മുമ്പോട്ട് പോകാൻ പണിയാണ്. കൂടുതലൊന്നും ഇനി ഇത് ഓടാനില്ല എന്നാണ്. അതേപോലെ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് നമ്മൾ യുവത്വത്തിന്റെ സമയമായപ്പോൾ കറുത്ത മുടി അല്ലാഹു തആല തന്നിരുന്നു. അല്ലാഹു തആല അത് ഒളിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മുടി, കറുത്ത മുടികൾ അത് ഒടുത്തുവെങ്കിൽ അതൊക്കെയും നമുക്ക് നൽകുന്ന സൂചനയാണ്. ചിന്തിക്കേണ്ടവർക്ക് ചിന്തിക്കാം. നമ്മൾ പലപ്പോഴും കണക്ക് കൂട്ടുന്നത് നാളെയാവട്ടെ നന്നാവാം, മറ്റന്നാളെയാവട്ടെ നന്നാവാം, അടുത്ത ദിവസമാവട്ടെ അന്ന് നന്നാവാം, അല്ലെങ്കിൽ അടുത്ത റമദാൻ വരട്ടെ ഏതായാലും അതിനായിട്ട് അങ്ങോട്ട് ഒരുങ്ങാം. ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷേ ഒരുപക്ഷേ അതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ബഹുമാനപ്പെട്ട സുജായി മൗലവി പറഞ്ഞു, നാളെയെങ്ങാവട്ടെ, നാളെയാവട്ടെ, നാളേക്ക് ആ നീളം വിട്ടാട്ടെ, കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, കെടികൾ കണക്കേറിൻ്റെ ആയുസ് തീർച്ച. ഓ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാളെയാവട്ടെ, നാളെയാവട്ടെ എന്ന ചിന്തയിലാണ് നമ്മളെങ്കിൽ അതൊരു പക്ഷേ നടന്നു കൊള്ളണമെന്നില്ല. എത്രയെത്ര ചെറുപ്പക്കാരാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. ഒരസുഖമില്ലാത്ത എത്രയോ ആളുകൾ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നില്ലേ? ബൈക്കിൽ ഓടിക്കൊണ്ടിരിക്കും ആക്സിഡന്റ് സംഭവിച്ച് മരിച്ചു പോകുന്നില്ലേ? കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ സംഭവിക്കുന്നില്ലേ? അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബുദ്ധിയുണ്ടോ? ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കണം.